വീഡിയോ ന്യൂസ് ആരംഭിക്കുന്നു. പ്രധാന വാർത്തകൾ. പത്രസ്വാതന്ത്ര്യ സൂചികയിൽ തലകുനിച്ച് ഇന്ത്യ. 180 രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 161. ഇന്ത്യ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ശ്രീലങ്കയ്ക്കും പിന്നിൽ. യൂത്ത് കോൺഗ്രസ് വേദിയിൽ ഡിവൈഎഫ്ഐയെ പ്രശംസിച്ച് രമേശ് ചെന്നിത്തല. കോവിഡ് കാലത്ത് ഡിവൈഎഫ്ഐ മാതൃകാപരമായി പ്രവർത്തിച്ചപ്പോൾ യൂത്ത് കോൺഗ്രസ് നിർജീവമായിരുന്നുവെന്ന് ചെന്നിത്തല. ഡിവൈഎഫ്ഐയുടെ പൊതുച്ചോറ് പരിപാടി യൂത്ത് കോൺഗ്രസ് മാതൃകയാക്കണമെന്നും ചെന്നിത്തല. സമസ്ത ലീഗ് തർക്കം പൊട്ടിത്തെറിയിലേക്ക്. ജിഫ്രി മുത്തുകോയ തങ്ങൾ CIC-യിൽ നിന്ന് രാജിവെച്ചു. ജനറൽ സെക്രട്ടറി ആലിക്കുട്ടി മുസ്ലിയാരും രാജിവെച്ചു. സമസ്തയോട് ആലോചിക്കാതെ ലീഗ് സ്വന്തം നിലയ്ക്ക് തീരുമാനമെടുക്കുന്നുവെന്ന ആക്ഷേപം. കേരള പഠന കോൺഗ്രസിന്റെ ഭാഗമായുള്ള വിദ്യാഭ്യാസ സെമിനാറിന് കോഴിക്കോട് തുടക്കം. കേരളം പല മേഖലകളിലും രാജ്യത്തിന് മാതൃകയെന്ന് പ്രഭാത് പട്നായിക്. സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിക്കലിൽ ജില്ലാ നേതാവിന്റെ അറസ്റ്റിൽ പ്രതിസന്ധിയിലായി BJP നേതൃത്വം. BJPക്ക് തിരിച്ചടിയായത് ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ പഴുതടച്ചുള്ള അന്വേഷണവും തെളിവുകളും. മിഡ് ന്യൂസിലേക്ക് വിശദമായി. ദ കേരള സ്റ്റോറി സിനിമയിൽ സുപ്രീം കോടതി ഇടപെടൽ. പരാതിക്കാർ സമീപിച്ചാൽ അടിയന്തരമായി പരിഗണിക്കാൻ ഹൈക്കോടതിക്ക് സുപ്രീം കോടതി നിർദ്ദേശം നൽകി. അതിനിടെ ദ കേരള സ്റ്റോറി തമിഴ്നാട്ടിൽ പ്രദർശിപ്പിക്കരുതെന്നും ചിത്രം പ്രദർശിപ്പിച്ചാൽ വ്യാപക പ്രതിഷേധത്തിന് സാധ്യതയുണ്ടെന്നും ഇന്റലിജൻസ് റിപ്പോർട്ട് നൽകി. കൂടുതൽ വിവരങ്ങളുമായി വിഷ്ണു തലവൂർ ദില്ലിയിൽ നിന്നും ചേരുന്നു. വിഷ്ണു, വലിയൊരു സാമൂഹിക പ്രതിഷേധം ഈ സിനിമയ്ക്കെതിരെ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ ഇടപെടൽ അനിവാര്യമാണ് എന്ന ഒരു ഘട്ടത്തിലാണ്, ഒരു തീരുമാനത്തിലാണ് ഇപ്പോൾ സുപ്രീം കോടതി എത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇന്ന് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിലാണ് റിട്ട് പെറ്റീഷൻ 2 ഹർജികൾ വന്നത്. ജാമിയത്ത് ഉലമ അടക്കമുള്ളവരാണ് ഇന്ന് ഹർജി സമർപ്പിച്ചത്. മുതിർന്ന അഭിഭാഷക ബൃന്ദ ഗ്രോവർ ഇന്ന് കോടതിയിൽ ചൂണ്ടിക്കാട്ടിയത് എത്രയും പെട്ടെന്ന് ഹർജി പരിഗണിക്കണം എന്നതാണ്. കാരണം സിനിമ മെയ് 5-നാണ് റിലീസ് ചെയ്യാനിരിക്കുന്നത്. പക്ഷേ സിനിമ കൃത്യമായിട്ടൊരു അജണ്ടയുടെ പുറത്താണ്. ഇസ്ലാമോഫോബിയാണ് സിനിമ മുന്നോട്ട് വയ്ക്കുന്ന അജണ്ട. അതുകൊണ്ട് തന്നെ സിനിമയുടെ റിലീസ് തടയണം എന്നതായിരുന്നു ഒരു ആവശ്യം മുന്നോട്ട് വെച്ചത്. പക്ഷേ ഇന്ന് സുപ്രീം കോടതി അതിൽ ഇടപെടുന്നില്ല എന്നതാണ് ചൂണ്ടിക്കാട്ടുന്നത്. കാരണം കേരള ഹൈക്കോടതിയിൽ ഇപ്പോൾ തന്നെ നിരവധി ചില ഹർജികൾ സിനിമയ്ക്കെതിരെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് കേരള ഹൈക്കോടതിയെ സമീപിക്കാമെന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി തന്നെ സുപ്രീം കോടതി നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കുന്നത് അടിയന്തരമായി തന്നെ ഹൈക്കോടതി ഹർജികൾ പരിഗണിക്കണം എന്നതാണ്. പരാതിക്കാർ ഹർജിയുമായി എത്തിക്കഴിഞ്ഞാൽ അതിൽ കാലതാമസം വരുത്തരുത്, എത്രയും പെട്ടെന്ന് ആ ഹർജി പരിഗണിക്കണം എന്നൊരു നിർദ്ദേശം കൂടി സുപ്രീം കോടതി ഇന്നിപ്പോൾ ഹൈക്കോടതിക്ക് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വലിയ തലത്തിലുള്ള ചർച്ചകളും വിവാദങ്ങളും തന്നെ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് നടക്കുമ്പോൾ തമിഴ്നാട് ഇന്റലിജൻസ് തമിഴ്നാട് സർക്കാരിന് പ്രതികരിക്കുന്ന സിനിമ സംസ്ഥാനത്ത് റിലീസ് ചെയ്യരുത് എന്നതാണ്. കാരണം തമിഴ്നാട്ടിൽ റിലീസ് ചെയ്തു കഴിഞ്ഞാൽ, പ്രദർശിപ്പിച്ചു കഴിഞ്ഞാൽ വ്യാപകമായിട്ട് ഒരു പ്രതിഷേധം ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട് എന്നതാണ്. വിഷ്ണു, ഈ ഹർജിയിൽ അടിയന്തരമായി ഇടപെടാൻ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി വിസമ്മതിച്ച ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഏത് പശ്ചാത്തലത്തിലാണ് സുപ്രീം കോടതി തിരക്കിട്ടിങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോയത്? അതിന് ഈ പ്രതിഷേധവും ഉയർന്നു വരുന്ന അഭിപ്രായങ്ങളും ഒക്കെ തന്നെയല്ലേ പ്രധാനപ്പെട്ട കാരണം? കഴിഞ്ഞ ദിവസം അഭിഭാഷകൻ നിസാം പാഷി, അതോടൊപ്പം തന്നെ മുഹമ്മദ് കപിൽ സിബലും ജസ്റ്റിസ് KM ജോസഫ് അധ്യക്ഷനായിട്ടുള്ള ബെഞ്ചിന്റെ മുന്നിലായിരുന്നു ഈ വിഷയം മെൻഷൻ ചെയ്തത്. ആ ബെഞ്ച് എന്ന് പറയുന്നത് വിദ്വേഷ പ്രസംഗങ്ങൾക്കെതിരെ ഉള്ള ഹർജി പരിഗണിക്കുന്ന ബെഞ്ചാണ്. അപ്പോൾ കോടതി ചൂണ്ടിക്കാട്ടിയത് ആ വിദ്വേഷ പ്രസംഗങ്ങൾ ായിട്ടുള്ള ഹർജിയുമായി ഈ സിനിമയ്ക്കെതിരായിട്ടുള്ള പെറ്റീഷൻ അത് കൂട്ടിച്ചേർത്തുകൊണ്ട് വാദം കേൾക്കാൻ കഴിയുകയില്ല. അതോടൊപ്പം തന്നെ എല്ലാ സുപ്രീം കോടതിയിൽ നിന്ന് തുടങ്ങാൻ കഴിയില്ല. അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു കോടതിയെ സമീപിക്കുക, ഹൈക്കോടതിയെ സമീപിക്കുക എന്നതായിരുന്നു KM ജോസഫ് അധ്യക്ഷനായിട്ടുള്ള ബെഞ്ച്. എന്തായാലും അതിന് പിന്നാലെയായിരുന്നു ഇന്ന് ചീഫ് ജസ്റ്റിസിന്റെ മുന്നിൽ തന്നെ ഒരു റിട്ട് പെറ്റീഷൻ നൽകിയത്. എന്തായാലും ആ റിട്ട് പെറ്റീഷൻ പരിഗണിച്ച്
ാണ് ഇപ്പോൾ സുപ്രീം കോടതി ഹൈക്കോടതിയോട് അടിയന്തരമായി തന്നെ ഹർജികൾ പരിഗണിക്കണമെന്ന ഒരു നിർദ്ദേശം വെച്ചിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ഇടപെടൽ കേരള സ്റ്റോറി സിനിമയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സുപ്രീം കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നു. പരാതിക്കാർ സമീപിച്ചാൽ ഇടപെടണമെന്ന് തന്നെയാണ് ഹൈക്കോടതിക്ക് ഇപ്പോൾ സുപ്രീം കോടതി നൽകിയിട്ടുള്ള നിർദ്ദേശം. വിവരങ്ങളാണ് വിഷ്ണു തലവൂർ നൽകിയത്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക് പോകുന്നു. ഇപ്പോൾ സമരം ചെയ്യുന്ന ഗുസ്തി താരങ്ങളെ കാണുന്നതിനായി PT ഉഷ ഇവിടെ എത്തിയിട്ടുണ്ട്. ഗുസ്തി താരങ്ങളുമായി ഇപ്പോൾ ചർച്ച അവിടെ തുടരുകയാണ്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ അധ്യക്ഷ നേരത്തെ ഈ താരങ്ങൾക്കെതിരെ പ്രസ്താവന നടത്തിയത് വലിയ വിവാദമായ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വിശദാംശങ്ങളുമായി അച്യുതൻ ചേരുന്നുണ്ട്. അച്യുതൻ, ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ഗുരുതരമായ ആരോപണങ്ങൾ വിവിധ മേഖലകളിൽ നിന്നും തന്റെ പ്രസ്താവനയ്ക്കെതിരെ നേരിട്ട ഒരു സാഹചര്യത്തിലായിരുന്നു PT ഉഷ. പ്രത്യേകിച്ച് ഗുസ്തി താരങ്ങൾക്കെതിരെ ആദ്യം ഏറ്റവും മോശമായ രീതിയിൽ തന്നെ നിലപാടെടുത്തു എന്ന തരത്തിലും ആരോപണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. PT ഉഷയ്ക്ക് പിന്നാലെ യോഗേശ്വർ ദത്ത് അടക്കം ഈ താരങ്ങളുടെ സമരത്തെ വിമർശിക്കുന്ന ഒരു സാഹചര്യവും കണ്ടു. ഇപ്പോൾ എന്തുകൊണ്ടാണ് വളരെ പെട്ടെന്ന് ഇങ്ങനെ PT ഉഷ അവിടേക്ക് എത്താനുണ്ടായ ഒരു നടപടിയിലേക്ക് തിരിയാനുള്ള കാരണം? കാവ്യ, ഗുസ്തി താരങ്ങളുടെ സമരം ഇന്ന് 11ാം ദിവസത്തിലേക്കാണ് കടന്നിരിക്കുന്നത്. നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ വലിയ തരത്തിലുള്ള പല രാഷ്ട്രീയ പാർട്ടികളുടെയും അതുപോലെ തന്നെ സാമൂഹ്യ രംഗത്തുള്ള പല നേതാക്കളുടെയും ഒക്കെ പിന്തുണ ദിനം പ്രതി ഈ സമരത്തിന് ലഭിക്കുകയാണ്. ഇത് കൂടുതൽ BJPയെ തന്നെ ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് PT ഉഷ ഈ സമരം സംബന്ധിച്ചുള്ള ഒരു ചർച്ചയ്ക്കായി കൂടി ഇപ്പോൾ ഈ സമര പന്തലിൽ എത്തിയിട്ടുള്ളത്. നേരത്തെ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ അധ്യക്ഷയായിരുന്ന PT ഉഷ താരങ്ങൾക്കെതിരെ നടത്തിയ പ്രസ്താവന ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും വലിയ വിമർശനങ്ങൾ നേരിടുന്നതിൻ്റെ ഭാഗമായി അന്ന് PT ഉഷ പറഞ്ഞിരുന്നത് രാജ്യത്തിൻ്റെ പ്രതിച്ഛായ താരങ്ങൾ തകർത്തു എന്നുള്ള ഒരു തരത്തിലുള്ള പ്രസ്താവനയായിരുന്നു PT ഉഷയുടെ ഭാഗത്തുനിന്നുണ്ടായത്. പക്ഷേ ആ സമയം ഗുസ്തി താരങ്ങൾ പറഞ്ഞിരുന്നത് കായിക താരങ്ങളുടെ പൾസറിയാവുന്ന ഒരാൾ ഇത്തരത്തിൽ നമുക്കെതിരെ സംസാരിക്കുന്നത് അവർക്ക് വേദന ഉളവാക്കിയ ഒന്നുകൂടിയായിരുന്നു എന്നുള്ളതാണ്. അത് ആ പ്രസ്താവനയ്ക്ക് ശേഷം ദിവസങ്ങൾ പിന്നിട്ടിട്ടാണ് ഇപ്പോൾ PT ഉഷ ഈ സമരപ്പന്തലിലെത്തി ഇത്തരത്തിൽ ഇപ്പോൾ ഗുസ്തി താരങ്ങളുമായി ഈ ചർച്ച നടത്തുന്നത്. എന്തായാലും ഈ ചർച്ചയിൽ പ്രത്യേകിച്ച് ഒരു അനുനയ ശ്രമങ്ങളുടെ ഭാഗവും ഇതിനോടൊപ്പം തന്നെ കാണും. കാരണം ബ്രിജ്ഭൂഷൺ ഇന്നുകൂടി പറഞ്ഞത്, മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത്, ഇത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു സമരമാണ്, ഇതിന് പിന്നിൽ കോൺഗ്രസ് ആണ് എന്നുള്ള ആരോപണങ്ങളാണ്. ഇന്നും ഈ സുപ്രീം കോടതിയിൽ തനിക്ക് വിശ്വാസം. പന്തലിലേക്ക് എത്തിയപ്പോൾ എങ്ങനെയായിരുന്നു ഈ താരങ്ങളുടെ ഒരു പ്രതികരണം അച്യുതൻ? താരങ്ങൾ യാതൊരു എതിർപ്പും കൂടാതെ തന്നെയാണ് PT ഉഷയെ സമരപ്പന്തലിൽ ക്ഷണിച്ചത്. മാത്രമല്ല അവർ നേരത്തെ അന്ന് ഈ പ്രസ്താവന നടത്തിയപ്പോൾ കൂടിയും ആ ഒരു പ്രസ്താവനയിൽ അതൃപ്തി മാത്രമാണ് അറിയിച്ചത്. അല്ലെങ്കിൽ PT ഉഷ എന്നൊരു കായിക താരത്തോട് യാതൊരു പ്രശ്നവുമില്ല എന്നുള്ള തരത്തിൽ തന്നെയാണ് അന്നും ഗുസ്തി താരങ്ങൾ അവരുടെ നിലപാട് ഉറപ്പിച്ചു പറഞ്ഞത്. അതിനുശേഷം ഇന്നും ഈ PT ഉഷ ഈ സമരപ്പന്തലിലേക്ക് എത്തുമ്പോൾ ആ ഒരു സ്വീകരണം തന്നെയാണ് ഗുസ്തി താരങ്ങളുടെ അകത്ത് സമരപ്പന്തലിനകത്ത് ഇപ്പോൾ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഈ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ ഭാരവാഹികൾ, മറ്റേതെങ്കിലും പ്രതിനിധികൾ, കായിക താരങ്ങൾ ആരെങ്കിലും ഒക്കെ PT ഉഷയ്ക്കൊപ്പമുണ്ടോ? നിലവിൽ സമരപ്പന്തലിനുള്ളിൽ കായിക താരം ഗുസ്തി താരങ്ങളുമായി ചർച്ച നടത്തുന്നത് ഈ ഒളിമ്പിക് അസോസിയേഷൻ അധ്യക്ഷ PT ഉഷ മാത്രമാണ്. ഈ താരങ്ങളുടെ സമരം സംബന്ധിച്ചതും അവരുടെ വിഷയം സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് അവരുമായി ഇപ്പോൾ ചോദിച്ചറിയുന്നത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അല്പസമയത്തിനകം തന്നെ ഈ ചർച്ചകൾ അവസാനിക്കുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്തായാലും ചർച്ചകൾക്ക് ശേഷം ഒരുപക്ഷെ PT ഉഷ മാധ്യമ എന്തൊക്കെയാണ് ചർച്ചയുടെ ഭാഗമായതെന്നും എന്തൊക്കെ കാര്യങ്ങളാണ് ഗുസ്തി താരങ്ങളുമായി സംസാരിച്ചത് എന്നടക്കമുള്ള വിവരങ്ങൾ ഈ ചർച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളെ കാണുമ്പോൾ ഒരുപക്ഷെ PT ഉഷ പറഞ്ഞേക്കും. കാവ്യ, സമർപ്പിക്കാൻ ഗുസ്തി താരങ്ങൾക്ക് കോടതി അനുവാദം നൽകിയ ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. കൂടുതൽ ആളുകൾ ഈ ഒരു പ്രതിഷേധത്തിന് ഐക്യദാർഢ്യവുമായി ഈ സമരപ്പന്തലിലേക്ക് എത്തുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് നേരത്തെ ഗുസ്തി താരങ്ങൾക്കെതിരെ നിലപാടെടുത്ത PT ഉഷ ഇന്നിപ്പോൾ ഗുസ്തി താരങ്ങളുമായി ചർച്ച നടത്താൻ ഈ പന്തലിലേക്ക് എത്തിയിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. വിവരങ്ങളാണ് അച്യുതൻ ദില്ലിയിൽ നിന്നും പങ്കുവച്ചത്. പത്രസ്വാതന്ത്ര്യ സൂചികയിൽ തലകുനിച്ച് ഇന്ത്യ. 180 രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ 161-ാമതാണ്. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും പുറകിലാണ്. പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം. കഴിഞ്ഞ വർഷം ഇന്ത്യ 150-ാം സ്ഥാനത്തായിരുന്നു. റിപ്പോർട്ടേഴ്സ് വിത്തൌട്ട്
ബോർഡേഴ്സ് എന്ന സംഘടന പുറത്തുവിട്ട സൂചികയിലാണ് ഈ വിവരങ്ങളുള്ളത്. മാധ്യമപ്രവർത്തകരുടെ അവസ്ഥ ഏറ്റവും ഗുരുതരമായ 31 രാജ്യങ്ങളിൽ ഇന്ത്യയും ഉൾപ്പെടുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ സിദ്ധാർത്ഥ് ചേരുന്നുണ്ട്. സിദ്ധാർത്ഥ്, വളരെ ഗുരുതരമായ അടിയന്തര ശ്രദ്ധ പതിപ്പിക്കേണ്ട ഒരു കണക്ക് തന്നെയാണെന്ന് പറയേണ്ടി വരും. പ്രത്യേകിച്ച് വിദ്യാഭ്യാസപരമായി സാമൂഹ്യപരമായൊക്കെ ഏറെ പിന്നിലാണ് എന്ന് നമ്മൾ വിശ്വസിക്കുകയും അത്തരത്തിൽ വാർത്തകൾ ഉണ്ടാവുകയും ചെയ്യുന്ന അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും പിന്നിലാണ് ഇന്ത്യ എന്ന കണക്കുകളും വലിയ ഞെട്ടലുണ്ടാക്കുന്നുണ്ട്. തീർച്ചയായും, അതായത് താലിബാൻ ഭരണം കൈയാളുന്ന അഫ്ഗാനിസ്ഥാൻ, ഒപ്പം തന്നെ സാമ്പത്തിക പ്രതിസന്ധിയും രാഷ്ട്രീയ പ്രതിസന്ധിയും ഒരുമിച്ച് നേരിട്ടുകൊണ്ടിരിക്കുന്ന പാകിസ്ഥാനും ശ്രീലങ്കയും, ഈ 3 രാജ്യങ്ങളും ഇന്ത്യയേക്കാൾ മെച്ചപ്പെട്ട പ്രകടനമാണ് കഴിഞ്ഞ വർഷവും ഒക്കെ കാഴ്ചവെച്ചത് എന്ന് വേണം മനസ്സിലാക്കാൻ. അതായത് പത്രസ്വാതന്ത്ര്യങ്ങളിൽ ഏറ്റവും മോശം പ്രകടനത്തിലേക്ക് ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെക്കുന്ന ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ രാജ്യമായി ഇന്ത്യ മാറുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. നമ്മളെക്കാൾ മോശമാണെന്ന് നമ്മൾ കരുതിയ രാജ്യങ്ങളെല്ലാം നമ്മളെക്കാൾ മുന്നിലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യം ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെക്കുകയാണ്. 2014 നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി അധികാരത്തിലെത്തിയതിനു ശേഷമാണ് ഇന്ത്യയുടെ ഈ സമ്പൂർണ്ണ പതനം ഉണ്ടായത് എന്ന് കൃത്യമായി റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് എന്ന സംഘടന ഇന്ന് പുറത്തിറക്കിയ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മാത്രമല്ല, ഈ ഭരണകൂടം തന്നെ ഇന്ത്യയുടെ പത്രസ്വാതന്ത്ര്യത്തിന് മേൽ കരിനിഴൽ വീഴ്ത്തുന്നു. വലിയ വേട്ടയാടൽ മാധ്യമ സമൂഹത്തിനും മാധ്യമ പ്രവർത്തകർക്കും നേരെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഭരണകൂടം എന്നുള്ള വിമർശനം ഉയർത്തുന്നുണ്ട് ഈ റിപ്പോർട്ട്. ഒപ്പം തന്നെ അംബാനിയുടെ കയ്യിലാണ്, ഭരണകൂടത്തിന്റെ ചങ്ങാതിയായ അംബാനിയുടെ കയ്യിലാണ് 70% മാധ്യമങ്ങളും. ഈ 70% മാധ്യമങ്ങളുടെ സർക്കുലേഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ 80 കോടി ജനങ്ങൾ വായിക്കുകയും അറിയുകയും വാർത്തകൾ അറിയുകയും വാർത്ത വായിക്കുകയും ചെയ്യുന്ന മാധ്യമങ്ങൾ 70%വും അംബാനിയുടെ കയ്യിലാണ്. ഇന്ത്യയുടെ ഭരണകൂടത്തിന്റെ ചങ്ങാതിയായ അംബാനിയുടെ കയ്യിലാണ്. ഒപ്പം മറ്റൊരു ചങ്ങാതി അദാനി ഈ തൊട്ടടുത്ത് ഏറ്റവും സ്വതന്ത്രമായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന NDTVയെ ഏറ്റെടുക്കുന്നു എന്നുള്ള വാർത്ത കൂടി ഈ റിപ്പോർട്ടിനൊപ്പം ചേർത്ത് വെക്കുന്നുണ്ട് റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് എന്ന സംഘടന. അതായത് എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ റാങ്കിങ് ഇത്ര പിന്നിൽ പോയത് എന്നുള്ള നിലയ്ക്കുള്ള വിശദാംശങ്ങൾ തേടുമ്പോൾ, വിശദാംശങ്ങൾ വ്യക്തമാക്കുമ്പോൾ ഈ റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് എന്ന സംഘടന കൃത്യമായി പറയുന്നുണ്ട് അത് ഭരണകൂടവും ഭരണകൂടത്തിന്റെ ചങ്ങാതികളും ചേർന്ന് നടത്തിക്കൊണ്ടുപോയ ഈ ഇടപെടലുകളുടെ ഭാഗമായി ഉണ്ടായി വന്നതാണ് എന്ന് കൃത്യമാക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ 150-ാം സ്ഥാനത്തായിരുന്നു ഇന്ത്യ പത്രസ്വാതന്ത്ര്യ സൂചികകളിൽ. ഇന്ന് 161-ാം സ്ഥാനത്തേക്ക്. ഇന്ന് മാധ്യമ സ്വാതന്ത്ര്യ ദിനമാണ്, പത്രസ്വാതന്ത്ര്യ ദിനമാണ്. ഇന്ന് പുറത്തിറക്കിയ റിപ്പോർട്ടിൽ 2023 റിപ്പോർട്ടിൽ ഏറ്റവും പിന്നിലേക്ക് പോകുന്നു, ഏറ്റവും മോശം രാജ്യങ്ങളുടെ കൂട്ടത്തിലേക്ക് പോകുന്നു ഇന്ത്യ. അതായത് ഏറ്റവും ഗുരുതരമായ ഭീഷണി നേരിടുന്ന മാധ്യമപ്രവർത്തകർ നേരിടുന്ന 31 രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുമുണ്ട്. ഏറ്റവും ഭീതിതമായ സാഹചര്യം നിലനിർത്തിക്കൊണ്ട് ഇന്ത്യയുമുണ്ട് എന്ന നിലയ്ക്കുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. പാകിസ്ഥാനും ശ്രീലങ്കയും അഫ്ഗാനിസ്ഥാനും ഇന്ത്യക്ക് മുന്നിലാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സൂചകങ്ങൾ പുറത്തിറക്കാൻ ഈ റാങ്കിങ്ങിന്റെ ഭാഗമായി 5 സൂചകങ്ങളാണ് വിലയിരുത്തിയത്. ഈ 5 സൂചകങ്ങളിൽ 5ഉം കഴിഞ്ഞ വർഷത്തേക്കാൾ മോശം പ്രകടനമാണ് ഇന്ത്യ കാഴ്ചവെക്കുന്നത്. അതിൽ ഏറ്റവും ഭീതിതമായ സാഹചര്യമുള്ളത് രാഷ്ട്രീയ സൂചകങ്ങൾ, ഒപ്പം തന്നെ സുരക്ഷാ സൂചകങ്ങൾ. ഇവ രണ്ടുമാണ് ഏറ്റവും ഭീതിതമായ സാഹചര്യത്തിൽ ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. പത്രസ്വാതന്ത്ര്യത്തിന് മേൽ ഒരു കരിനിഴൽ പോലെ നിലനിൽക്കുന്നത് 2 സൂചകങ്ങളാണ്. ഒന്ന് രാഷ്ട്രീയ സൂചകങ്ങൾ, ഒന്ന് സുരക്ഷാ സൂചകങ്ങൾ. ഇത് രണ്ടും, ഈ രാഷ്ട്രീയ സൂചകവും സുരക്ഷാ സൂചകവും, ഈ 2 സൂചകവും ആരെ വിലയിരുത്തുന്നതാണ്? അത് ഇന്ത്യയുടെ ഭരണകൂടത്തെ വിലയിരുത്തുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ അതായത് ഇന്ത്യയുടെ ഭരണഘടനയുടെ 19-ാം അനുച്ഛേദത്തിലാണ് നമ്മൾ പത്രസ്വാതന്ത്ര്യം എന്ന് വ്യാഖ്യാനിക്കുന്ന, പത്രപ്രവർത്തകർ പത്രസ്വാതന്ത്ര്യം എന്ന് വ്യാഖ്യാനിക്കുന്ന അനുച്ഛേദം 19-ാം അനുച്ഛേദമാണ്. അത് കൃത്യമായി പൗരസ്വാതന്ത്ര്യത്തെ പറ്റി, രാജ്യത്തിലെ പൗരന്മാരുടെ സ്വാതന്ത്ര്യം, ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ പറ്റി പറയുന്ന അനുച്ഛേദമാണ്. അതായത് ഇന്ത്യയുടെ പത്രസ്വാതന്ത്ര്യം, ഇന്ത്യക്ക് പ്രത്യേകമായ ഒരു പത്രസ്വാതന്ത്ര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇന്ത്യയുടെ പ്രസ് ഫ്രീഡം ഇൻഡെക്സ് വായിക്കുക എന്ന് പറഞ്ഞാൽ, അത് മോശമാവുക എന്ന് പറഞ്ഞാൽ അത് പൗരസ്വാതന്ത്ര്യം മോശമാവുന്നു എന്ന നിലയ്ക്ക് തന്നെ വിലയിരുത്തേണ്ടതുണ്ട്. അതായത് കൃത്യമായി പൗരസ്വാതന്ത്ര്യത്തിന് മേൽ ഭരണകൂടം കൃത്യമായ ഇടപെടൽ നടത്തുന്നു, ഏറ്റവും പ്രതികൂലമായ ഇടപെടൽ നടത്തുന്നു. അതിന്റെ ഉദാഹരണമാണ് വീണ്ടും ഇന്ത്യ തകർന്നടിയുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് വരുന്നത്. 180 രാജ്യങ്ങളുടെ പട്ടികയിൽ 161-ാം സ്ഥാനത്ത് മാത്രമാണ് ഇന്ത്യ ഉള്ളത്. വിവരങ്ങളാണിപ്പോൾ സിദ്ധാർത്ഥ് പങ്കുവച്ചത്. യൂത്ത് കോൺഗ്രസ് വേദിയിൽ ഡിവൈഎഫ്ഐയെ പുകഴ്ത്തി ചെന്നിത്തല. കോവിഡ് കാലത്ത് ഡിവൈഎഫ്ഐ മാതൃകാപരമായി പ്രവർത്തിച്ചപ്പോൾ യൂത്ത് കോൺഗ്രസ് നിർജീവമായിരുന്നു എന്ന് ചെന്നിത്തല. യൂത്ത് കോൺഗ്രസ് കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിലാണ് ചെന്നിത്തലയുടെ വിമർശനം. അതിനോടൊപ്പമാണ് കിറ്റ് കിട്ടിയത്, മരുന്ന് ഫ്രീ ആയി കിട്ടിയത്. കോവിഡ് സമയത്ത് നമ്മുടെ ആളുകളൊക്കെ 5 പേരുടെ മീറ്റിംഗ് നടത്തിയത്.
നമ്മുടെ ആളുകൾ ആരും വെളിയിലോട്ട് ഇറങ്ങിയില്ല. കോവിഡ് വന്ന കാലത്ത് നമ്മളൊക്കെ ബ്രിഗേഡ് ഉണ്ടാക്കിയില്ല, യൂത്ത് കെയർ ഉണ്ടാക്കിയ, പക്ഷെ കെയർ മാത്രമേ ഉണ്ടായില്ല ഒരിടത്തും നമ്മള്. അതേസമയം അവിടെയൊക്കെ ഡിവൈഎസ്ഒക്കെ സജീവമായി. പല മെഡിക്കൽ കോളേജിലും വർഷങ്ങളായി ഉച്ചയൂണിന് വേണ്ടി ഉച്ചപ്പൊതി നമ്മുടെ എല്ലാ വീടുകളിൽ നിന്ന് പൊതി കളക്ട് ചെയ്ത് അവിടെ കൊടുക്കുന്ന പദ്ധതി അവർ നടപ്പാക്കുന്നത്. ഇവിടെ പത്രക്കാരില്ലല്ലോ, ഉണ്ടോ? അപ്പൊ അവരുള്ളത് കൊണ്ട് പലതും പറയാൻ പറ്റില്ല. സമസ്ത CIC തർക്കം തുടരുന്നു. CICയിൽ നിന്ന് സമസ്ത നേതാക്കൾ രാജിവെച്ചു. സമസ്ത പ്രസിഡന്റ് ജിഫ്രി തങ്ങളും ജനറൽ സെക്രട്ടറി ആലിക്കുട്ടി മുസ്ലിയാരുമാണ് CICയിൽ നിന്ന് രാജിവെച്ചത്. ഹക്കീം ഫൈസി അതിർശ്ശേരിയെ പുറത്താക്കി പുതിയ ജനറൽ സെക്രട്ടറിക്ക് ചുമതല നൽകിയിട്ടും CIC സമസ്ത പ്രശ്നത്തിന് ഇതുവരെയും അയവ് വന്നിട്ടില്ല. CICയുമായി ബന്ധപ്പെട്ട് ഒരു കാര്യവും കൂടിയാലോചിക്കുന്നില്ലെന്നാണ് സമസ്ത നേതാക്കളുടെ പരാതി. CICക്ക് പുതിയ ജനറൽ സെക്രട്ടറിയെ നിയമിച്ചത് സമസ്ത നേതാക്കൾ അറിഞ്ഞില്ലെന്നും സമസ്ത നേതാക്കൾ പറയുന്നു. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് CICയിൽ നിന്ന് സമസ്ത നേതാക്കളുടെ രാജി. CIC ഉപദേശക സമിതിയിൽ നിന്നടക്കമാണ് സമസ്ത പ്രസിഡന്റ് ജിഫ്രി തങ്ങളും ജനറൽ സെക്രട്ടറി ആലിക്കുട്ടി മുസ്ലിയാരും രാജിവെച്ചത്. CICയുടെ ജനറൽ സെക്രട്ടറിയായി ചുമതലയേറ്റ ഹബീബുള്ള ഫൈസി ഹക്കീം ഫൈസി അതിർശ്ശേരിയുടെ അടുത്ത ആളാണെന്നും പരാതികളുണ്ട്. ഇതോടെ CICയുമായുള്ള സമസ്തയുടെ വിയോജിപ്പ് കൂടുതൽ രൂക്ഷമാകുകയാണ്. കൈരളി ന്യൂസ്, കോഴിക്കോട്. സംസ്ഥാനത്ത് ശനിയാഴ്ച മുതൽ 2 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യത എന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ഇന്നും നാളെയും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നും മുന്നറിയിപ്പ്. ശനിയാഴ്ചയോടെ തെക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ ചക്രവാത ചുഴി രൂപപ്പെടും. ഇത് ന്യൂനമർദ്ദമായി മാറാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തുടർന്നുള്ള 48 മണിക്കൂർ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകൾക്ക് ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇന്നും നാളെയും ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴ തുടരും. വേനൽ മഴയോടൊപ്പം 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിനും സാധ്യതയുണ്ട്. തുടർന്നുള്ള ദിവസങ്ങളിൽ മഴ ദുർബലമാകുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. അരിക്കൊമ്പൻ ദൗത്യത്തിന് ഹൈക്കോടതിയുടെ അഭിനന്ദനം. ഹൈക്കോടതി അഭിനന്ദന സർട്ടിഫിക്കറ്റ് അയച്ചു. ദൗത്യം മികച്ച രീതിയിൽ പൂർത്തിയാക്കിയതിനാണ് അഭിനന്ദനം. ജസ്റ്റിസ് ജയശങ്കരൻ നമ്പ്യാരാണ് ദൗത്യ സംഘത്തെ അഭിനന്ദിച്ച് കത്തയച്ചത്. കൂടുതൽ വിവരങ്ങളുമായി സാലി മുഹമ്മദ് കൊച്ചിയിൽ നിന്നും ചേരുന്നുണ്ട്. സാലി, കൃത്യമായ ഏകോപനത്തിലൂടെ പൂർണ്ണമായും വിജയിപ്പിച്ചെടുത്ത ഒരു ദൗത്യം, പ്രത്യേകിച്ച് കോടതിയുടെ എല്ലാ നിർദ്ദേശങ്ങളും അതിൽ പാലിക്കുകയുണ്ടായി. ഈ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ അഭിനന്ദന കത്ത് ഈ ദൗത്യ സംഘത്തെ തേടിയെത്തിയിട്ടുള്ളത്. അതായത് ജസ്റ്റിസ് ജയശങ്കരൻ നമ്പ്യാരുടെ ബെഞ്ചാണ് ഈ കേസ് കുറച്ച് നാളുകളായി പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്. ഡിവിഷൻ ബെഞ്ച് ഈ ദൗത്യം എങ്ങനെ നടത്തണം, എന്തൊക്കെ മുൻകരുതൽ എടുക്കണം തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തമായ ചില നിർദ്ദേശങ്ങൾ ഹൈക്കോടതി മുൻപ് ചില ഇടക്കാല ഉത്തരവുകളായി പുറപ്പെടുവിച്ചിരുന്നു. അതിനുശേഷമാണ് ദൗത്യത്തിലേക്ക് ദൗത്യ സംഘം സർക്കാർ കടന്നത്. അപ്പൊ ദൗത്യം പൂർത്തിയാക്കിയപ്പോൾ കോടതി അതെല്ലാം പരിശോധിച്ചതിന് ശേഷം കോടതി ഇപ്പോൾ ഒരു അഭിനന്ദന കത്ത് ഈ ദൗത്യ സംഘത്തിന് കൈമാറിയിരിക്കുകയാണ്. ആ ലെറ്റർ ഓഫ് അപ്രീസിയേഷൻ എന്ന് ആ കത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്. ദൗത്യം മികച്ച രീതിയിൽ പൂർത്തിയാക്കിയിരിക്കുന്നു, അതിന് എല്ലാ ദൗത്യ സേനാംഗങ്ങൾക്കും അഭിനന്ദനം എന്നാണ് ജസ്റ്റിസ് ജയശങ്കരൻ നമ്പ്യാർ അയച്ച കത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. എല്ലാ വിഭാഗം, ഈ വനം വകുപ്പിലെയും അതിന്റെ അനുബന്ധ വിഭാഗങ്ങളിലെയും ഒപ്പം മറ്റ് സർക്കാർ വകുപ്പുകളിലെയും എന്തിനും കുങ്കിയാനകളുടെ പാപ്പാന്മാരെയും വരെ ഉൾപ്പെടുത്തിയാണ് ഈ അഭിനന്ദന കത്ത് തയ്യാറാക്കിയിരിക്കുന്നത്. ഏതായാലും സർക്കാരിനും വനം വകുപ്പിനും ഒക്കെ സംബന്ധിച്ചിടത്തോളം ഹൈക്കോടതിയിൽ നിന്ന് ലഭിച്ച വലിയൊരു അംഗീകാരമാണിത്. കാരണം ഇത് തുടക്കത്തിൽ തന്നെ വലിയ വിവാദമായൊരു സംഭവമാണ്. ഒരു വശത്ത് ജനങ്ങൾ, ഒരു വശത്ത് മറ്റ് ചില സംഘടനകൾ, അങ്ങനെ വലിയൊരു സാമൂഹ്യ പ്രശ്നമായി, ചില പ്രദേശങ്ങളിൽ ക്രമസമാധാന പ്രശ്നമായി തന്നെ മാറിയ ഒരു സംഭവം മികച്ച രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ സർക്കാരിന് കഴിഞ്ഞു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ കോടതി നൽകിയിരിക്കുന്ന അഭിനന്ദന കത്ത്. ഏതായാലും ജസ്റ്റിസ് ജയശങ്കരൻ നമ്പ്യാരാണ് ഈ കത്ത് ദൗത്യ സേനാംഗങ്ങൾക്ക് അയച്ചിരിക്കുന്നത്. ശരി, സാലി മുഹമ്മദാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. കടുത്തുരുത്തിയിൽ സൈബർ ആക്രമണത്തെ തുടർന്ന് പെൺകുട്ടി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. കടുത്തുരുത്തി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. പ്രവർത്തകരും പോലീസുമായി വാക്കുതർക്കവും ഉന്തും തള്ളുമുണ്ടായി. കൂടുതൽ വിവരങ്ങളുമായി സനോജ് സുരേന്ദ്രൻ ചേരുന്നു. സനോജ്, ഈ പ്രതിഷേധം മണിക്കൂറുകളായി നീണ്ടു നിൽക്കുന്ന ഒരു ഘട്ടമാണ്, ഇപ്പോഴും തുടരുകയാണോ? ഇപ്പോൾ പ്രതിഷേധത്തിന് അയവ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് സൈബർ അധിക്ഷേപത്തെ തുടർന്ന് കടുത്തുരുത്തി സ്വദേശിയായിട്ടുള്ള ആതിര ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആതിരയുടെ മുൻ സുഹൃത്തായിരുന്ന അരുൺ വിദ്യാധരനെതിരെ പോലീസ് ഊർജിതമായ അന്വേഷണം നടത്തി വരികയാണ്. അദ്ദേഹം തമിഴ്നാട്ടിലുണ്ട് എന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തമിഴ്നാട് കേന്ദ്രീകരിച്ച് പോലീസ് സജീവമായി
അന്വേഷിച്ചു വരികയാണ്. പോലീസ് പ്രതിയെ സംബന്ധിച്ച് പോലീസിന് വ്യക്തമായ സൂചന ലഭിച്ചിട്ടുണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരം. ഇങ്ങനെ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് വളരെ വേഗത്തിൽ മുൻപോട്ട് പോകുന്നതിനിടയിലാണ് അന്വേഷണത്തിൽ വീഴ്ചയുണ്ടെന്ന് ആരോപിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കടുത്തുരുത്തി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത്. ഈ മാർച്ചിനിടയിൽ SHOയുമായി സംസാരിക്കണം എന്ന വ്യാജേന പോലീസ് സ്റ്റേഷനുള്ളിൽ കയറിയ പ്രവർത്തകർ ഉപരോധം തീർക്കുകയായിരുന്നു. പിന്നീട് പ്രവർത്തകരെ ഏറെ പണിപ്പെട്ട് പുറത്തു പോകാൻ ആവശ്യപ്പെട്ടിട്ടും അവർ അതിന് കൂട്ടാക്കിയില്ല. ഇതിനെ തുടർന്നാണ് ബഹളം വയ്ക്കുകയും ഹരോവ ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. നിലവിൽ യൂത്ത് കോൺഗ്രസുമായി ബന്ധപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ നിലവിൽ ജില്ലയിൽ വലിയ തോതിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും പ്രശ്നങ്ങളും വിഭാഗീയതയും ഗ്രൂപ്പ് പ്രവർത്തനവും നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് മറക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള ജോയിസിന്റെ നേതൃത്വത്തിൽ ഉപരോധ സത്രം സംഘടിപ്പിച്ചിട്ടുള്ളത് എന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. എന്തായാലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം ഇപ്പോൾ അല്പം മയവ് വന്നിട്ടുണ്ട്. കാവ്യ. ശരി, സനോജ് സുരേന്ദ്രൻ കോട്ടയത്ത്. സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിക്കൽ കേസിൽ ജില്ലാ നേതാവിന്റെ അറസ്റ്റോടെ BJP നേതൃത്വം പ്രതിസന്ധിയിൽ. ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ പഴുതടച്ചുള്ള അന്വേഷണവും തെളിവുകളും BJPക്ക് തിരിച്ചടിയായി. ഇതോടെ ആശ്രമം കത്തിക്കലിൽ BJP നാളിതുവരെ നടത്തിയിരുന്ന നുണപ്രചാരണങ്ങളും പൊളിഞ്ഞു. യുടെ ആശ്രമം കത്തിച്ചിട്ട് 4 വർഷവും 7 മാസവും കഴിഞ്ഞു. നുണയുടെ കോട്ടകെട്ടി സംഭവത്തെ വഴിതിരിച്ചുവിട്ടു പലവട്ടം BJP നേതൃത്വം. കാര്യങ്ങൾ ഏറെക്കുറെ വിസ്മൃതിയിലായെന്ന പ്രതീക്ഷയിലായിരുന്നു BJP നേതാക്കൾ. പക്ഷേ പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറിയുടെ അറസ്റ്റിൽ BJP നേതൃത്വം അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. RSSന്റെ മുൻ ബൗദ്ധിക് പ്രമുഖും നഗരസഭയുടെ പ്രതിപക്ഷ നേതാവുമായിരുന്നു കേസിലെ മുഖ്യപ്രതിയായ VG ഗിരികുമാർ. ജില്ലയിലെ BJPയുടെ പ്രധാന നേതാവും BJP സംസ്ഥാന നേതാക്കളുമായി അടുത്ത ബന്ധം പുലർത്തുന്നയാളുമാണ് ഗിരികുമാർ. ആശ്രമത്തിന് പണി കൊടുക്കണമെന്ന ഗിരിയുടെ നിർദ്ദേശമനുസരിച്ച് RSS പ്രവർത്തകരായ പ്രകാശനും ശബരി S നായരും ചേർന്നാണ് തീ വച്ചതെന്നാണ് കണ്ടെത്തൽ. തീ കൊളുത്തിയ ശേഷം ആശ്രമത്തിൽ വയ്ക്കാനുള്ള റീത്ത് വാങ്ങി നൽകിയ RSS പ്രവർത്തകൻ കൃഷ്ണകുമാറാണ് മറ്റൊരു പ്രതി. പ്രതികൾക്കുള്ള പരസ്പര ബന്ധവും ഫോൺ രേഖകളും CCTV ദൃശ്യങ്ങളും അന്വേഷണ സംഘം ശേഖരിച്ചു. വ്യക്തമായ തെളിവുകൾ ശേഖരിച്ച ശേഷമാണ് പ്രതികളുടെ അറസ്റ്റ് നടന്നത്. ക്രൈംബ്രാഞ്ചിന്റെ ശാസ്ത്രീയമായ നീക്കങ്ങൾ BJP ജില്ലാ നേതാക്കൾ പ്രതീക്ഷിച്ചില്ല. മാത്രമല്ല, വ്യക്തമായ തെളിവുകളോടെ ഗിരികുമാറിലേക്ക് ക്രൈംബ്രാഞ്ച് എത്തിയെന്ന സൂചനയും നേതാക്കൾ അറിഞ്ഞില്ല. ശബരിയുടെ അറസ്റ്റിൽ കേസ് അവസാനിക്കുമെന്നായിരുന്നു BJP നേതാക്കളുടെ കണക്കുകൂട്ടൽ. പക്ഷേ ഗൂഢാലോചനയുടെ മുഖ്യ കേന്ദ്രമായ ഗിരികുമാറിന്റെ അറസ്റ്റോടെ BJP നേതൃത്വം പൂർണ്ണമായും പ്രതിസന്ധിയിലായി. സംഭവം കൈവിട്ടുപോയതിൽ RSSലും BJPക്കുള്ളിലും വലിയ അതൃപ്തിയുണ്ടെന്നാണ് സൂചനകൾ. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. മാലിന്യം പൊതുയിടങ്ങളിൽ തള്ളുന്നവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് മുഖ്യമന്ത്രി. മാലിന്യ സംസ്കരണത്തിനാവശ്യമായ ഭൂമി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കണ്ടെത്തണമെന്നും ജൂൺ 5-ന് മുൻപ് ഉറവിട മാലിന്യ സംസ്കരണം ഉറപ്പാക്കണമെന്നും സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രതിനിധികളുമായി സംസാരിക്കവേ മുഖ്യമന്ത്രി പറഞ്ഞു. ചട്ടപ്രകാരം മാലിന്യ സംസ്കരണം നടത്താത്തവർക്ക് പിഴ ചുമത്താനും അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുവാനുമുള്ള അധികാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുണ്ട്. ഇതൊക്കെ ചെയ്യുന്നതിന് മുൻപ് മാലിന്യ സംസ്കരണത്തിൽ ജനങ്ങൾക്കുള്ള പങ്ക് എന്താണെന്ന് നല്ല രീതിയിൽ ബോധവൽക്കരിക്കാനാവണം.